വീഡിയോ ക്രിയേറ്റർ ആവണോ? ഈ ഒരു വീഡിയോ ഉണ്ടാൽ മതി. എങ്ങനെ കോണ്ടന്റ് ക്രിയേറ്റ് സ്റ്റാർട്ട് ചെയ്യാം, എന്തൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണമെന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അവരെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള 3 കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്ത് തരാം. ബട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കോണ്ടന്റ് ക്രിയേഷനെ കുറിച്ചുള്ളൊരു ഫുൾ ക്ലാരിറ്റി പ്ലസ് കോൺഫിഡൻസ് കിട്ടും. ഫസ്റ്റ് പോയിന്റ്, ഡോണ്ട് ഫോക്കസ് ഓൺ ദ വ്യൂസ്, സബ്സ്ക്രൈബേഴ്സ്, ഫോളോവേഴ്സ്. ഫോക്കസ് ഓൺ ദ ഹൗ ടു മേക്ക് ബെറ്റർ വീഡിയോസ് ഫോർ ഓഡിയൻസ് കൺസിസ്റ്റൻ്റ്ലി. അഥവാ നിങ്ങളൊരു ഫുഡ് ബ്ലോഗറാണെന്ന് വിചാരിക്കുക. നിങ്ങളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ആ ഒരു വീഡിയോ കിട്ടുന്ന വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഫോക്കസ് ചെയ്തിരിക്കരുത്. അതിന് പകരമായിട്ട് നെക്സ്റ്റ് എന്ത് ഫുഡിനെ കുറിച്ച് വീഡിയോ ചെയ്യും, നെക്സ്റ്റ് ഏത് ഹോട്ടലിനെ കുറിച്ച് വീഡിയോ ചെയ്യും, അതുപോലെ നിങ്ങൾക്ക് കിട്ടിയ ഫീഡ്ബാക്സും കമൻസും വെച്ചിട്ട് നിങ്ങളെ വീഡിയോ എങ്ങനെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യും. ഇങ്ങനത്തെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി വ്യൂവേഴ്സും ഫോളോവേഴ്സും ഓട്ടോമാറ്റിക്കലി കിട്ടും. ഇതാണ് ഈ ഒരു പോയിന്റ് ഉദ്ദേശിച്ചത്. സെക്കൻഡ് പോയിന്റ്, പാഷൻ ഡ്രിവൺ വീഡിയോസ് പെർഫോം ഇൻ ദ ലോങ് റൺ. അഥവാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് നിങ്ങളുടെ സ്റ്റൈലിൽ നിങ്ങൾ വീഡിയോ ചെയ്യണമെങ്കിൽ ഓഡിയൻസിന് അത് ഒതൻറ്റിക്കായിട്ടും ജെന്യുവനായിട്ട് ഫീൽ ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് ഇഷ്ടമാണ്, ഫുഡ് ബ്ലോഗിങ് ഇഷ്ടം വിചാരിക്കുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ഫുഡ് ബ്ലോഗിലും നിങ്ങൾ ജെന്യുവനായിട്ടുള്ള ഫീഡ്ബാക്ക്, എക്സ്പീരിയൻസ്, എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഷെയർ ചെയ്യണമെങ്കിൽ വ്യൂവേഴ്സ് ആ ഒരു വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ചെയ്യും, ആ ഒരു വീഡിയോ ഷെയർ ചെയ്യും, നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. ലോങ് റണ്ണിൽ നിങ്ങളെ കട്ടക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഈ ഒരു പോയിന്റ് ഉദ്ദേശിച്ചത്. ഇനി ലാസ്റ്റ് ആൻഡ് തേർഡ് പോയിന്റ്, വെയിറ്റിംഗ് ഫോർ ദ പെർഫെക്റ്റ് ഐഡിയ, പെർഫെക്റ്റ് സെറ്റപ്പ് ഓർ പെർഫെക്റ്റ് ടൈമിംഗ് ഓൺലി ഡിലേസ് ഗ്രോത്ത്. അഥവാ എല്ലാം സെറ്റായിട്ട് ഞാൻ തുടങ്ങുന്നുള്ള മൈൻഡ് സെറ്റ് ആണെങ്കിൽ ഒന്നും നടക്കാൻ മുടില്ല. എനിക്ക് നല്ലൊരു ക്യാമറ ഇട്ടിട്ട്, നല്ലൊരു ഐഡിയ ഇട്ടിട്ട്, നല്ലൊരു സ്റ്റുഡിയോ സെറ്റപ്പ് കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ കോണ്ടന്റ് ക്രിയേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള മൈൻഡ് സെറ്റ് ആണെങ്കിൽ ഒന്നും നടക്കാൻ മുടില്ല എന്നാണ് ഈ ഒരു പോയിന്റ് ഉദ്ദേശിച്ചത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, സ്റ്റാർട്ട് ഏർലി ആസ് യു ക്യാൻ. അതേപോലെ തന്നെ നിങ്ങളെ നിശ്ച കണ്ടുപിടിക്കുക, ഓരോ ദിവസവും ചെറിയ ചെറിയ കാര്യങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിക്കൊണ്ടേ ഇരിക്കുക. അതേപോലെ നിങ്ങളുടെ ഓഡിയൻസിന് വേണ്ടിയുള്ള ബെറ്റർ ക്വാളിറ്റിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനും പറ്റും. നിങ്ങളെ കോണ്ടന്റ് ക്രിയേഷൻ ജേണിയിൽ കുറേ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളും ഇതിൽ പറഞ്ഞു തരുന്നുണ്ട്.